ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അക്കൗണ്ടൻസി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ സ്ഥിരമായി ചോദിച്ചു വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ജേണൽ എൻട്രീസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്കാണ് ജേണൽ എൻട്രീസ്. പക്ഷേ അത് ഒരുപാട് കുട്ടികൾ അറിയാത്തതുകൊണ്ട് എഴുതാറില്ല. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ നമുക്ക് കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ആ ടേംസ് ആദ്യം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടേം അസറ്റ്സ് ആണ്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിന്റെ, ഒരു കമ്പനിയുടെ റിസോഴ്സസിനെയാണ് അസറ്റ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനിയിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന കുറച്ച് റിസോഴ്സസ്. ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ്, അതൊക്കെയാണ് ഫിക്സഡ് അസറ്റ്സിൽ വരിക. കറന്റ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ബിസിനസ്സിൽ ഷോർട്ട് പീരീഡിൽ മാത്രം, അതായത് ഒരു ചെറിയ കാലയളവിന് മാത്രം ഉണ്ടാവുന്ന റിസോഴ്സസിനെയാണ് കറന്റ് അസറ്റ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ക്യാഷ് വന്നു പോയിക്കൊണ്ടിരിക്കും, അപ്പോൾ അതൊരു കറന്റ് അസറ്റ് ആണ്. പിന്നെ നമുക്കുള്ള ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇതിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെന്ന് വിചാരിച്ചു, അവിടെ കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, കുറേ ഐറ്റംസ്, പ്രൊഡക്ട്സ് ഉണ്ടാവും, അതിനൊക്കെയാണ് ഇൻവെന്ററി എന്ന് പറയാം. അത് ഒരു കസ്റ്റമർ വന്ന് വാങ്ങുമ്പോൾ അതൊക്കെ തീരും ഇല്ല, അത് 5-6 വർഷം അവിടെ ഇരിക്കാൻ പോകണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഷോർട്ട് പീരീഡിന് മാത്രം അവിടെ ഉണ്ടാവുന്ന റിസോഴ്സസിനെയാണ് കറന്റ് അസറ്റ്സ് എന്ന് പറയാം. ഇനി നമ്മളോട് വേറെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ എക്സാമ്പിൾസ്. ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് കാണാനും തൊടാനൊക്കെ പറ്റും. അങ്ങനത്തെ അസറ്റ്സ് ആണ് ടാഞ്ചിബിൾ അസറ്റ്സ്. ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, അതൊക്കെയാണ് ടാഞ്ചിബിൾ അസറ്റ്സ്. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റ്സിനെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഗുഡ്വിൽ, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇതിനൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുക. ഗുഡ്വിൽ എന്നൊക്കെ പറയുമ്പോൾ ഗുഡ്വിൽ നമ്മുടെ സൽപ്പേരാണ്, ആ ബിസിനസിന്റെ സൽപ്പേരിന് നമുക്ക് തൊടാനും ഇതാക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് അത് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ ഉള്ളത്. നിങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി അസറ്റ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് പഠിച്ചാൽ മതി. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ ബാധ്യതകളെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. 2 തരത്തിലാണ് ലയബിലിറ്റീസിനെ തരംതിരിച്ചിരിക്കുന്നത്: കറന്റ് ലയബിലിറ്റീസും ലോങ് ടേം ലയബിലിറ്റീസ്. കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കുറച്ച് സ്റ്റോക്ക് വാങ്ങുകയാണ്, സപ്ലയറിന്റെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് വാങ്ങുകയാണ്, സപ്ലയർ പറയുകയാണ് ഒരു വർഷം കൊണ്ട്, അതായത് ഒരു വർഷം വേണ്ട, ഒരു 2 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി പറയാണ്. അങ്ങനെയൊക്കെയുള്ള ബാധ്യതകളെയാണ് കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുക. ഇനി എക്സാമ്പിൾസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ് ഫോർ ഗൂഡ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇതൊക്കെ. പിന്നെ ഫിക്സഡ് ഓർ ലോങ് ടേം ലയബിലിറ്റീസ്, അല്ലെങ്കിൽ നമുക്ക് നോൺ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയാം. അത് നമ്മൾ ഒരു വർഷത്തിന് മേലെ സമയം എടുത്തിട്ട് അടച്ചു തീർത്താൽ മതി. അതായത് ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ അടച്ചു തീർത്താൽ മതി എന്നൊക്കെ അവർ പറയും. അങ്ങനെയുള്ള ലയബിലിറ്റീസിനെയാണ് ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ലോങ് ടേം ലോൺസ്, പിന്നെ ഡിബഞ്ചേഴ്സ്, ഇതൊക്കെയാണ് എക്സാമ്പിൾസ് വരിക. നെക്സ്റ്റ് ഉള്ളതാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മണി ഓർ മണീസ് വർത്ത് ഇൻവെസ്റ്റഡ് ബൈ ഓണർ ഇൻ ടു ബിസിനസ്. അതായത് ഒരു ഓണർ ക്യാപിറ്റൽ കൊണ്ടുവരികയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഓണർ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ മണീസ് വർത്ത് എന്ന് പറയുന്നത്. മണീസ് വർത്ത് എന്ന് പറയുമ്പോൾ ഒരു അസറ്റോ, ഒരു അസറ്റ് കൊണ്ടുവരികയാണെങ്കിൽ, അസറ്റ് ഫോർ എക്സാമ്പിൾ ഫർണിച്ചർ, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷീനറി, അങ്ങനത്തെ കാര്യങ്ങളാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫിക്സഡ് ക്യാപിറ്റലും ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മെഷീനറി, അല്ലെങ്കിൽ എന്താ, ഫോർ എക്സാമ്പിൾ മെഷീനറി തന്നെ പറയാം. ഇത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ എക്സ്പെൻസസിന് ആവശ്യമുള്ള ക്യാഷിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അടുത്തതാണ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ചെലവുകളാണ്, അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് ഇപ്പോൾ നമുക്ക് ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെലവുകൾ വരും. അതായത് ഇപ്പോൾ പർച്ചേസ് ചെയ്യണം, അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണം, പിന്നെ കറണ്ട് ബിൽ അടയ്ക്കണം, വാട്ടർ ബിൽ അടയ്ക്കണം, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് എക്സ്പെൻസസിൽ വരിക. അടുത്തതാണ് ഇൻകം. ഇൻകം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന എന്താണ്, റവന്യൂ ആണ് നമുക്ക് ഇൻകം എന്ന് പറയാൻ പറ്റുക.
ഓക്കെ, ഇതിൻ്റെ ഒന്നും എക്സാമ്പിൾസ് ഒന്നും അങ്ങനെ ചോദിക്കില്ല, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി അടുത്തുള്ളതാണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഓണർ ഉണ്ടല്ലോ, ആളുടെ പേഴ്സണൽ യൂസിന് കുറച്ച് ക്യാഷ് വിത്ഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് ഡ്രോയിങ്സ് എന്ന്. ഓർക്കുക, ഇത് കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഡ്രോയിങ്സ് കേട്ടോ. ഓണറിന്റെ പേഴ്സണൽ യൂസിന് ക്യാഷ് അല്ലെങ്കിൽ ഒരു അസറ്റ് വിത്ഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് ഡ്രോയിങ്സ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ്, ഇത്രയും ടേംസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഒരുപാട് ടേംസ് ഉണ്ട്, ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആയിരുന്നു ഇതെല്ലാം. ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന് താഴെ ഞാൻ ഡ്രോയിങ്സ് ഇൻക്രീസ് ഡെബിറ്റ്, ഡ്രോയിങ്സ് ഡിക്രീസ് ക്രെഡിറ്റ്, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആവശ്യമുണ്ട്.